ഹലോ ഗൈസ്, നമ്മൾ ഇന്നൊരു ബീഫ് ബിരിയാണിക്ക് ദമ്മിട്ട് കൊടുക്കാൻ പോവുകയാണെ. വളരെ നെയ്യൊക്കെ കുറച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. പക്ഷേ ടേസ്റ്റിൽ യാതൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ. നല്ല അടിപൊളി ഒരു ബീഫ് ബിരിയാണിയാണ് നമ്മളിന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ദമ്മിടുന്നത് മാത്രമേ ഉള്ളേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ആവശ്യമായിട്ടുള്ള ബീഫ് കറി, നല്ല ഗ്രേവി, നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയോടെ റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് സവോള വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. കശുവണ്ടി, മുന്തിരിങ്ങ, അതായത് നമ്മുടെ കറുത്ത മുന്തിരി, നല്ല കുരുവൊന്നുമില്ലാത്ത പൾപ്പ് കൂടുതലുള്ള കറുത്ത മുന്തിരിയാണ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് മല്ലിയില അരിഞ്ഞതും പുതിനായിലയും. അതുപോലെ തന്നെ നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ നെയ്യെല്ലാം നന്നായിട്ട് തടവിയെടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കറി ഗ്രേവി ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആണ് നമ്മൾ കോരി ഒഴിച്ചു കൊടുക്കുന്നത്. ബീഫും ഗ്രേവിയെല്ലാം കൂടെ ആദ്യം അടിയിലൊഴിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ ചോറ്, ബിരിയാണിക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോറ് നമ്മൾ കോരിയിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നിരത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില, പുതിനായില, വറുത്ത് വെച്ചിരിക്കുന്ന സവോള, അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി, മുന്തിരിങ്ങ, ഇതെല്ലാം നമ്മളൊന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഈ സമയം കുറച്ച് നെയ്യും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഞാൻ ഒഴിക്കുന്നില്ല. ഇതിന് ശേഷം വീണ്ടും നമ്മൾ ഇതേ പ്രോസസ്സ് തന്നെ വീണ്ടും ചെയ്യുകയാണ്. ഇങ്ങനെ നമ്മളൊരു 2-3 സ്റ്റെപ്പായിട്ട് പടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഈ പാത്രം ഒന്ന് നന്നായിട്ട് ടൈറ്റായിട്ട് നമ്മളൊന്ന് മൂടി വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ പാത്രത്തിൻ്റെ വക്ക് സൈഡ് നമ്മൾ കുറച്ച് മൈദയും വെള്ളവും കൂടി ഒന്ന് കുഴച്ചിട്ട്, ചപ്പാത്തി പരുവത്തിനേക്കാൾ കുറച്ചും കൂടി ഒന്ന് കുഴക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ വക്കെല്ലാം നമ്മളൊന്ന് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. എയർ ലേശം പോലും വെളിയിൽ പോകാത്ത രീതിയിൽ ചുറ്റുവശം നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു തവ എടുത്ത് വെച്ചിട്ട് തവയുടെ മുകളിലാണ് നമ്മൾ ഈ ബിരിയാണി ചെമ്പെടുത്ത് വെച്ച് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് നമ്മൾ സിമ്മിൽ വെച്ച് കൊടുക്കണം. അതിനുശേഷം നല്ല ചൂടാറിയതിന് ആവിയെല്ലാം ഒന്ന് തണുത്തതിന് ശേഷം നമ്മളൊന്ന് പതിയെ പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വാവ്, ഒന്നും പറയാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, ഭയങ്കര ഒരു, നമുക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഇതിൻ്റെ സ്മെല്ലിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അടുത്ത ടൈമിൽ നിങ്ങൾ ബിരിയാണി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ദമ്മിട്ട് കൊടുത്ത് നോക്കണം കേട്ടോ. ബീഫ് ബിരിയാണിയുടെ ഫുൾ വീഡിയോ നമ്മൾ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.